കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന നാം കായികാധ്വാനം കുറച്ച് സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങൾ കൃഷിയെ ആസ്വദിക്കാൻ അത്യാവശ്യമാണ്. എൻ്റെ കൃഷിപ്പണിയിലെ ഏറ്റവും വലിയ സഹായിയായ ഷൺമുഖേട്ടനാണ് ഈ പുതിയ ആയുധം ആദ്യം പരീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ നമുക്കിതെന്തെന്ന് പരിചയപ്പെടാം. പ്രാദേശികമായി ഇത്തരം കൈക്കോട്ടുകളാണ് എല്ലാ പണികൾക്കും ഉപയോഗിക്കുന്നത്. അത് പ്രായോഗികമല്ല. പിടിയിളകുന്നതും ഒടിയുന്നതും ഭയന്ന് ഇത്തരം ഇരുമ്പ് പിടിയുള്ള കൈക്കോട്ടുകൾ ഉപയോഗിക്കുന്നു. മരത്തേക്കാൾ ഇരുമ്പ് പിടിയിലെ വൈബ്രേഷൻ ദീർഘനേരം കയ്യിൽ തട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഈ കൈക്കോട്ട് വാങ്ങിച്ചത്. തുരുമ്പെടുക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡും ഹൈഡ്രോളിക് പ്രസ്സിൽ ഘടിപ്പിച്ച മരപ്പിടിയും ഇതിന്റെ പ്രത്യേകതയാണ്. ഭാരക്കുറവും നല്ല മൂർച്ചയും ഉള്ളതുകൊണ്ട് ദീർഘനേരം ജോലി ചെയ്താലും ക്ഷീണം അനുഭവപ്പെടില്ല. ഷൺമുഖേട്ടൻ ഇതൊന്ന് ഉപയോഗിച്ച് പണിയെടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. നൂതന കൃഷിരീതികൾക്കും മൾച്ചിങ്ങിനും ഇത്തരം ആയുധങ്ങൾ ഏറെ ഗുണകരമാണ്. മാറിവരുന്ന കാലത്തിനനുസരിച്ച് കൃഷിരീതികളും ആധുനികമാകണം. അധ്വാനം കുറച്ച് കൃഷിയെ സ്നേഹത്തോടെ ആസ്വദിക്കാൻ ഇത്തരം മാറ്റങ്ങൾ നമ്മെ സഹായിക്കും. ഇതിന്റെ പിടിയടക്കം ഭാരം വെറും 2 കിലോ 220 ഗ്രാം മാത്രമാണ്. ഈ ആയുധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമല്ലോ. കൃഷിയിൽ എല്ലാവർക്കും അഭിവൃദ്ധി നേരുന്നു. ഈ 2 കൈക്കോട്ടിലും പണിയെടുത്തപ്പോഴേ ഈ കൈക്കോട്ടിൽ പണിയെടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഈ കൈക്കോട്ടിൽ പണിയെടുക്കുമ്പോഴേ നല്ല മൂർച്ചയുള്ളതല്ല, നല്ല സ്പീഡിൽ കൊത്താൻ പറ്റും, പെട്ടെന്ന് കട്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റേ ഇപ്പോൾ നമ്മളെ വലിയ കൈക്കോട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിറ്റ് കൊള്ളും. അതായത് നമുക്ക് ഈ പുല്ല് പോലത്തെ ഒക്കെ കൊത്തി വൃത്തിയാക്കാൻ ഏറ്റവും ബെറ്ററാണ്. കൈക്കോട്ട് കന എങ്ങനെ? കന ഒരു മീഡിയം ലെവലാണ്. ഉപയോഗിക്കാനും സുഖമുണ്ട്. ഉപയോഗിക്കാനും മൂർച്ചയുണ്ട്. ഈ മരപ്പിടി ആയതുകൊണ്ട് എങ്ങനെ കൈ നല്ല ഗുണമുണ്ട്, കൈക്ക് പിടുത്താണ്ട്. ഓക്കെ, താങ്ക് യു.